മഹാജലപ്രളയത്തിനു ശേഷം ലോകത്തെ വീണ്ടും മനുഷ്യരെ കൊണ്ട് നിറച്ച് നോഹയുടെ 3 പുത്രന്മാരെക്കുറിച്ച് നാം പലപ്പോഴും കേൾക്കാറുണ്ട്. നോഹയുടെ മക്കളായ ഷേം, ഹാം, യാഫത്തും അവരുടെ ഭാര്യമാരും ഈ ഭൂമിയെ വീണ്ടും മക്കളെ കൊണ്ട് നിറച്ചു. ഈ വീഡിയോയിൽ നമുക്ക് നോഹയുടെ മരുമക്കളായ ആ 3 ഭാര്യമാരെക്കുറിച്ച് നോക്കാം. മനുഷ്യരെങ്ങനെ പെറ്റുപെരുകി എന്നുള്ളതിനെക്കുറിച്ച് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം നോഹയുടെ പുത്രന്മാരെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത നോഹയുടെ 3 മരുമക്കൾ, അതായത് ഷേം, ഹാം, യാഫത്തിന്റെ ഭാര്യമാരുടെ അധികം അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മഹാജലപ്രളയത്തെ അതിജീവിച്ച കുടുംബത്തിൽ, അതായത് നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ള സംഭവകഥയിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീകളാണിവർ. അവർ നോഹയുടെ മക്കളുടെ ഭാര്യമാരാണ്. നോഹയുടെ മരുമക്കൾ, അവരുടെ കൂടെ തന്നെ നോഹയുടെ ഭാര്യയുണ്ടായിരുന്നു. ബൈബിളിൽ ഈ സ്ത്രീകളുടെ പേര് പറയുന്നില്ല, പക്ഷേ ഈ സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നുണ്ട്. ഈ സ്ത്രീകളെക്കുറിച്ച് ബൈബിൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ജൂബിലീസ് പുസ്തകവും സിബ്ലൈൻ ഒറാക്കിൾസും മറ്റു പുരാതന കൈയെഴുത്ത് പ്രതികളും ഈ സ്ത്രീകളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ജൂബിലീസ് പുസ്തകം പറയുന്നതനുസരിച്ച് സെമിറ്റിക് ജനത്തിന്റെ പിതാവായ ഷേമിന്റെ ഭാര്യയുടെ പേര് സെഡിക്കുറ്റൽ ബാബ് എന്നാണ്. സിബ്ലൈൻ ഒറാക്കിൾസ് പറയുന്നതനുസരിച്ച് ഷേമിന്റെ ഭാര്യയെയും സെമിറ്റിക് ജനതയുടെ അമ്മയായിരുന്നു സെഡിക്കുറ്റൽ ബാബ്. ജലപ്രളയത്തിന് ശേഷം നൂറ്റാണ്ടുകൾ അവൾ ദീർഘായുസ്സോടെ ജീവിച്ചു. ആ സമയത്ത് ബൈബിൾ പറയുന്നത് പോലെ അവൾക്ക് ധാരാളം പുത്രന്മാരും പുത്രിമാരും ജനിച്ചു. മാത്രമല്ല, മെസപ്പൊട്ടോമിയയിൽ ഈ സെഡിക്കുറ്റൽ ബാബ് ഒരു പ്രവാചകിയായിരുന്നു. സിബ്ലൈൻ ഒറാക്കിൾസ് പറയുന്നതനുസരിച്ച് അവർക്കുണ്ടായ എല്ലാ തലമുറകൾക്കും അവൾ പ്രവചനങ്ങൾ കൈമാറി. ഉൽപ്പത്തി, ദിനവൃത്താന്തം എന്നീ പുസ്തകങ്ങൾ സെഡിക്കുറ്റൽ ബാബിന്റെയും ഷേമിന്റെയും പിൻഗാമികളെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ ഏലാം, ആഷൂർ, അർപ്പക്ഷാദ്, ലൂത്ത്, അരാം എന്നിവരാണ്. ഉൽപ്പത്തി 10:22 മാത്രമല്ല, സെമിറ്റിക് ജനതയുടെ അമ്മയായ ഈ സ്ത്രീയുടെ പേരക്കുട്ടികളെക്കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട്. അവർ ഊസ്, ഹൂൽ, ഗേഥേർ, മേശക് എന്നിവരാണ്. ഉൽപ്പത്തി 10:23 ഷേമിന്റെ ഭാര്യയായ സെഡിക്കുറ്റൽ ബാബ് പുരാതന കാലത്തെ എല്ലാ സെമിറ്റിക് ഗോത്രത്തിന്റെയും മാതൃപിതാവായി കണക്കാക്കപ്പെടുന്നുണ്ട്. അവൾ ഏലാമിലുള്ള എല്ലാ ജനതയ്ക്കും മാതൃപിതാവായി അവർ അംഗീകരിച്ചിട്ടുണ്ട്. ഏലാം ജനതയും കൽദയ ജനതയും അർപ്പക്ഷാദിൽ നിന്നും അക്കാഡിയന്മാരിൽ നിന്നും ഉള്ള സന്തതിയാണ്. കൂടാതെ ജൂബിലീസ് പുസ്തകം അനുസരിച്ച് അഹരോന്റെയും അനത്തോലിയയിലുള്ള പുരാതന ലിര്യക്കാരുടെയും പിൻഗാമികളായ പുരാതന അരാമ്യക്കാരുടെ പൂർവികനായി അവൾ കണക്കാക്കപ്പെടുന്നുണ്ട്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഷേമിന്റെ എല്ലാ പുത്രന്മാരുടെയും അമ്മ എന്ന നിലയിൽ അവൾ അസുറിയക്കാരുടെയും പൂർവികനായ അഷൂറിന്റെ അമ്മ കൂടിയാണ്. അസുറിയക്കാർ പുരാതന കാലത്ത് ഒരു സെമിറ്റിക് ജനമായിരുന്നു. ജൂബിലീസ് പുസ്തകം പറയുന്നതനുസരിച്ച് സെഡിക്കുറ്റൽ ബാബ് എന്ന ഈ സ്ത്രീയുടെ വംശമാണ് ഈ അസുറിയക്കാർ. സെഡിക്കുറ്റൽ ബാബിന്റെ വംശം എവിടെ നിന്നായിരുന്നു, അല്ലെങ്കിൽ ആരുടെ മകളായിരുന്നു എന്ന് നോക്കിയാൽ അവൾ കയീന്റെ സന്തതിയാണെന്ന് ചില സ്രോതസ്സുകൾ പറയുന്നുണ്ട്. കയീന്റെ വംശപരമ്പരയിൽ നിന്നോ അല്ലെങ്കിൽ ഷേത്തിന്റെയും കയീന്റെയും പരമ്പരയുടെ മിശ്രിതത്തിൽ നിന്നോ ആയിരിക്കാനാണ് സാധ്യത എന്ന് പറയുന്നു. മറ്റുള്ളവർ പറയുന്നത് അവൾ ഷേത്തിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു സ്ത്രീയാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ആ കാര്യം ഇപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്. ഇനി ഹാമിന്റെ ഭാര്യയെക്കുറിച്ച് നമുക്ക് നോക്കാം. ജൂബിലീസിന്റെ പുസ്തകം പറയുന്നതനുസരിച്ച് ഹെമൈറ്റ് എന്ന് വിളിച്ചിരുന്ന ആഫ്രിക്ക ദക്ഷിണേന്ത്യയുടെ പിതാവായ നോഹയുടെ ഇളയ മകനായ ഹാമിന്റെ ഭാര്യയുടെ പേര് നയൽറ്റമയുക്കെ എന്നാണ്. അങ്ങനെ പുരാതന കനാന്യരെ പോലെ കനാനിലെ കൂശ്യ ജനത്തിന്റെയും ആഫ്രിക്കൻ ജനതയുടെയും അമ്മയായിരുന്നു നയൽറ്റമയുക്കെ. പുരാതന ഈജിപ്തുകാരായ മിസ്രൈമിൽ നിന്നുള്ള ജനങ്ങളുടെയും വംശജരുടെയും പൂർവികയായിരുന്നു അവൾ. കാരണം മിസ്രൈം അവളുടെ മകനായിരുന്നു. സുഡാൻ, എത്യോപ്യ, സൊമാലിയ, എരിട്രിയ തുടങ്ങിയ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ ഇപ്പോഴും താമസിക്കുന്ന പുരാതന എത്യോപ്യക്കാരുടെയും നുബിയക്കാരുടെയും പൂർവികനായ കൂഷിന്റെ അമ്മ കൂടിയായിരുന്നു അവൾ. വംശാവലി പറയുന്നതനുസരിച്ച് ദ്രാവിഡന്മാർ എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ, അതായത് ഇന്ത്യയിലെ ആദിമ നിവാസികളായി കണക്കാക്കപ്പെട്ടിരുന്നവർ നയൽറ്റമയുക്കെയുടെ വംശപരമ്പരയിൽ നിന്നുള്ളവരാണ്. അവൾ ആഫ്രിക്കക്കാരുടെയും ദക്ഷിണേന്ത്യക്കാരുടെയും അമ്മയാണ്. സിബ്ലൈൻ ഒറാക്കിൾസ് പറയുന്നതനുസരിച്ച് ഷേമിന്റെ ഭാര്യയായ സെഡിക്കുറ്റൽ ബാബ് പോലെ തന്നെ നയൽറ്റമയുക്കെ ജലപ്രളയത്തിന് മുമ്പുള്ള സ്ത്രീ എന്ന നിലയിൽ ദീർഘായുസ്സോടെ ജീവിച്ചു, വാർദ്ധക്യം വരെ ജീവിച്ചു. ഈ കഥാപാത്രങ്ങളെല്ലാം 600 അല്ലെങ്കിൽ 700 വർഷം വരെ ജീവിച്ചിരുന്നു. ഹാമിനേക്കാളും കൂടുതൽ വർഷം അവൾ ജീവിച്ചിരുന്നുവെന്ന് അനുമാനിക്കപ്പെടുന്നുണ്ട്. നൂറ്റാണ്ടുകളായി അവൾ ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ അവളിൽ നിന്നും വരുന്ന ഓരോ തലമുറയ്ക്കും പല പ്രവചനങ്ങൾ അവൾ പറഞ്ഞു കൊടുത്തു. ഹാമിന്റെ ഭാര്യയെക്കുറിച്ച് ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളിൽ ഒരു വ്യത്യസ്തമായ കാര്യം പറയുന്നുണ്ട്. AD 235 മരിച്ച ഹിപ്പോലിറ്റസ് കൈമാറിയ ഈ പുരാതന പാരമ്പര്യം അനുസരിച്ച് ഹാമിന്റെ ഭാര്യയെ ജൂബിലീസ് പുസ്തകത്തിൽ പറയുന്നത് പോലെ നയൽറ്റമയുക്കെ എന്നാണ് വിളിച്ചിരുന്നത്. ഒരു കൗതുകകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജലപ്രളയം തുടങ്ങിയെന്ന് ആരാണോ നിന്നോട് പറയുന്നത് ആ വ്യക്തിയെ നശിപ്പിക്കണമെന്ന് ദൈവം നോഹയോട് പറഞ്ഞതായി ഈ പുരാതന ഗ്രന്ഥത്തിൽ പറയുന്നു.
ആ സമയത്ത് ഹാമിൻ്റെ ഭാര്യ അപ്പം ചുടുകയായിരുന്നു. പെട്ടെന്ന് ആ അടുപ്പിൽ നിന്ന് വെള്ളം പുറത്തു വന്ന് അപ്പം നശിപ്പിച്ചു. ഉടൻ തന്നെ അവൾ ജലപ്രളയം ആരംഭിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു. ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിയമിക്കപ്പെട്ട സ്വന്തം മരുമകളെ നോഹ നശിപ്പിക്കരുതെന്ന് ദൈവം നോഹയോട് നേരത്തെ പറഞ്ഞ കാര്യം പെട്ടെന്ന് റദ്ദാക്കിയെന്ന് ഈ ഗ്രന്ഥം പറയുന്നു. ഹാമിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ഈ സംഭവം അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും സംഭവ കഥയുമായി വളരെ സാമ്യമുള്ളതായി തോന്നാം. അബ്രഹാമിനോട് ദൈവം ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് പറയുന്നു, എന്ന അവസാനം പെട്ടെന്ന് തീരുമാനം മാറ്റി എന്നതുപോലെ. പക്ഷേ ഈ ഗ്രന്ഥം പല ബൈബിൾ പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്തോ യൂറോപ്യൻ ഏഷ്യൻ ജനതകളുടെ പിതാവായി കണക്കാക്കപ്പെട്ടിരുന്ന യാഫേത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് നമുക്ക് നോക്കാം. ജൂബിലീസ് പുസ്തകം പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് അഡാറ്റിനീസിസ് എന്നാണ്. നോഹയുടെ മറ്റു മരുമക്കളെ പോലെ തന്നെ അഡാറ്റിനീസിസും ജലപ്രളയത്തിന് മുമ്പ് ജനിച്ചതുകൊണ്ട് ദീർഘായുസോടെ ജീവിച്ചു. അക്കാലത്ത് ജലപ്രളയത്തിന് മുമ്പ് ഒരുപാട് വർഷം ആളുകൾ ജീവിച്ചിരുന്നു. എന്നിരുന്നാലും ജലപ്രളയത്തിന് ശേഷവും ദീർഘായുസോടെ അവർ ജീവിച്ചു. അവർ നൂറ്റാണ്ടുകൾ ജീവിച്ചു. കൂടാതെ മറ്റു മരുമക്കളെ പോലെ അഡാറ്റിനീസിസും ഒരു പ്രവാചികയായിരുന്നു. സത്യത്തിൽ സിബ്ലിംഗ് ഒറാക്കിൾസ് പറയുന്നതനുസരിച്ച് നോഹയുടെ എല്ലാ മരുമക്കളും പ്രവാചികമാരായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അഡാറ്റിനീസിസ് തൻ്റെ മരണശേഷം ഉണ്ടാകുന്ന ഓരോ തലമുറയ്ക്കും അവരുടെ സന്തതികളിലെ ഓരോ ജനതയ്ക്കും വേണ്ടി ഒരുപാട് പ്രവചനങ്ങൾ പറഞ്ഞു. നൂറുകണക്കിന് വർഷങ്ങൾ ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ താൻ പറഞ്ഞ പ്രവചനങ്ങളെല്ലാം അവൾ കാണുകയും ചെയ്തു. അഡാറ്റിനീസിസ് പിന്നീട് തൻ്റെ പിൻഗാമികളിൽ പലരുടെയും വളർച്ചയ്ക്കും സമൃദ്ധിക്കും സാക്ഷ്യം വഹിച്ചു. യാഫെത്തിൻ്റെ സന്തതി ഒരുപാട് വികസിക്കുകയും എണ്ണത്തിൽ കൂടുകയും ചെയ്യുമെന്ന് നോഹ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു. ഇതിൻ്റെ ശ്രദ്ധേയമായ ഒരു ഉദാഹരണം ചൈനയാണ്. അവിടെ ജനസംഖ്യ വളരെ വലുതാണ്. ബൈബിളും ജൂബിലീസ് പുസ്തകവും പറയുന്നതനുസരിച്ച് യാഫേത്തിൻ്റെ ചെറുമകനും അഡാറ്റിനീസിസിൻ്റെ ചെറുമകനുമായ തൊഗർമയുടെ പിൻഗാമികളാണ് ഈ ചൈനക്കാർ. ഗോമേർ, മാഗോഗ്, മദായി, യാവാൻ, തൂബാൽ, മേഷെക്, തീരാസ് എന്നിവരുടെ അമ്മയായിരുന്നു ഈ അഡാറ്റിനീസിസ്. ഉൽപ്പത്തി 10:2 ഈ 7 പുത്രന്മാരെ കൂടാതെ അവർക്ക് ഒരുപാട് പെൺമക്കളും വംശാവലിയിൽ പ്രത്യേകം എടുത്തു പറയാത്ത മറ്റ് പുത്രന്മാരും ഉണ്ടായിരുന്നു. അഡാറ്റിനീസിസിൻ്റെ ചെറുമക്കൾ അഷ്കനേഷ്, റീഫത്ത്, തൊഗർമ, എലീഷ, തർഷീഷ്, ഖിത്യർ, ദോദാനിയർ എന്നിവരായിരുന്നു. ഉൽപ്പത്തി 10:3-4 ഈ രീതിയിൽ അഡാറ്റിനീസിസിൻ്റെ പിൻഗാമികൾ അവരുടെ പുത്രന്മാരിലൂടെയും പുത്രിമാരിലൂടെയും വ്യാപിക്കുകയും നൂറ്റാണ്ടുകളായി വ്യത്യസ്ത ജനതകളെയും രാഷ്ട്രങ്ങളെയും രൂപപ്പെടുത്തുകയും ചെയ്തു. ഗോമേരിൻ്റെ പിൻഗാമികളായ പുരാതന സുമേരിയക്കാർ എന്നും അറിയപ്പെട്ടിരുന്ന ഗോമേരിയക്കാരുടെ പൂർവിക മാതാവായി അഡാറ്റിനീസിസിനെ കണക്കാക്കുന്നു. പുരാതന കാലത്ത് ഗോമേരിയക്കാർ 3 വ്യത്യസ്ത ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെട്ടു. തൊഗർമയുടെ പിൻഗാമികളെന്നും റീഫത്തിൻ്റെ പിൻഗാമികളെന്നും അഷ്കനേഷിൻ്റെ പിൻഗാമികളെന്നുമാണ്. തൊഗർമയുടെ പിൻഗാമികൾ ചൈനീസ്, മംഗോളിയൻ, ജാപ്പനീസ്, കൊറിയൻ തുടങ്ങിയ വിദൂര ഏഷ്യൻ ജനതകൾക്ക് ജന്മം കൊടുത്തു. റീഫത്തിൻ്റെ പിൻഗാമികൾ കെൽറ്റിക് ജനതകളായി മാറി. അതേസമയം അഷ്കനേഷിൻ്റെ പിൻഗാമികൾ വൈക്കിംഗ്, ജർമ്മനി, സ്ലാവിക് ജനതകൾക്ക് ജന്മം കൊടുത്തു. ചൈനീസ്, ജാപ്പനീസ്, കൊറിയൻ തുടങ്ങിയ റഷ്യൻ ജനതകളുടെ വംശപരമ്പരയെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർ അവർ കനാന്റെ വംശത്തിൽ നിന്ന് വന്നതാണെന്ന് വാദിക്കുന്നുണ്ട്. അതേസമയം മറ്റ് പാരമ്പര്യങ്ങളും വ്യാഖ്യാനങ്ങളും പറയുന്നത് അവർ യാഫത്തിൻ്റെ ചെറുമകനും അഡാറ്റിനീസസിൻ്റെ ചെറുമകനുമായ തൊഗർമയിൽ നിന്ന് വന്ന സന്തതിയാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ ജനങ്ങളുടെ വംശീയ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഈ കാര്യം ഇപ്പോഴും പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. അതുമാത്രമല്ല, അമേരിക്കയിലെയും മറ്റ് പ്രദേശങ്ങളിലെയും തദ്ദേശീയ ജനങ്ങളും ഗോത്രങ്ങളും റഷ്യയിലെ തദ്ദേശീയരും അഡാറ്റിനീസിൻ്റെയും ജാഫത്തിൻ്റെയും ചെറുമകനായ തൊഗർമയുടെ പിൻഗാമികളാണ്. ക്രിസ്ത്യൻ, ജൂയിഷ്, ആംഗ്ലോ സാക്സൺ, റബ്ബാനിക്, ഇസ്ലാമിക്, പിന്നെ ഐറിഷ് എന്നിവരുടെ പുരാതന പാരമ്പര്യങ്ങൾ ഈ 3 ബൈബിൾ സ്ത്രീകളെ മാനവികതയുടെ മാതൃപിതാക്കളായി അംഗീകരിച്ചതായി പറയുന്നുണ്ട് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.